78 വർഷങ്ങൾക്ക് മുൻപ് ആ മനുഷ്യൻ ഒരു തൈ നട്ടു. ജനാധിപത്യം എന്നാണ് അയാൾ അതിനിട്ട പേര്. മതേതരത്വവും തുല്യതാബോധവും അതിനുള്ള വളമായാണ് അയാൾ പരിഗണിച്ചത്. നാടാകെ സ്വാതന്ത്ര്യപ്പുലരിയിലേക്ക് കണ്ണു തുറന്നിട്ടേയുള്ളൂ. 34 കോടി ജനസംഖ്യയിൽ 90% ദാരിദ്ര്യത്തിൽ വലഞ്ഞ നാളുകളാണ്. എഴുതാനും വായിക്കാനും അറിയുന്നവർ 100-ൽ 16 പേർ മാത്രം. സാമ്പത്തിക വളർച്ച 0-നും താഴേക്ക് കൂപ്പുകുത്തിയൊരു കാലവുമാണ്. രാജ്യത്തെ ഏകീകരിക്കാനും വികസനം വേഗത്തിൽ സാധ്യമാക്കാനുമുള്ള എളുപ്പമാർഗം ഏകാധിപത്യമാണെന്ന് പലരും ഉപദേശിച്ചതുമാണ്. അയാളുടെ ജനാധിപത്യ ബോധ്യം പക്ഷേ ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറായില്ല. 78 വർഷങ്ങൾക്ക് മുമ്പ് നട്ട ആ തൈ ഇന്നൊരു വടവൃക്ഷമാണ്. ലോകത്തെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമാണെന്ന പെരുമയിൽ തലയുയർത്തി നിൽക്കുന്ന ഇന്ത്യ എന്ന മഹാരാജ്യം ഒപ്പം പിറന്ന രാജ്യങ്ങൾ മിക്കതും പലതായി ചിതറിത്തെറിച്ചപ്പോഴും ആഴത്തിൽ വേരുറപ്പിച്ചാണ് ഇന്ത്യയുടെ നിൽപ്പ്. ആഴത്തിൽ 78 വർഷങ്ങൾക്ക് മുമ്പ് ജനാധിപത്യ ഇന്ത്യ എന്ന ആശയത്തിന് നാന്ദി കുറിച്ച ആ മനുഷ്യന്റെ പേരാണ് ജവഹർലാൽ നെഹ്റു. മഹാത്മാഗാന്ധിയുടെ യഥാർത്ഥ രാഷ്ട്രീയ പിൻഗാമി. ട്രസ്റ്റ് വിത്ത് ഡെസ്റ്റിനി പോലെയുള്ള പ്രസംഗങ്ങളിലൂടെ ലോകത്തെ വിസ്മയിപ്പിച്ച വാഗ്മി. ഡിസ്കവറി ഓഫ് ഇന്ത്യ മുതൽ ഗ്ലിംസ് ഓഫ് വേൾഡ് ഹിസ്റ്ററി വരെയുള്ള ഗ്രന്ഥങ്ങളിലൂടെ വായനക്കാരെ അമ്പരിപ്പിച്ച എഴുത്തുകാരൻ. അധികാരങ്ങൾ നീതമായി പങ്കുവയ്ക്കുന്ന ഭരണകൂട സ്ഥാപനങ്ങളെ നിർമ്മിച്ചും പഞ്ചവത്സര പദ്ധതി പ്രഖ്യാപിച്ചും രാഷ്ട്രനിർമ്മിതിയെക്കുറിച്ചുള്ള സുവർണ്ണ സ്വപ്നങ്ങൾ കണ്ട ജനകീയ നേതാവ്. ആധുനിക ഇന്ത്യയുടെ ശില്പി. ഇന്ന് യുഗപ്രഭാവന്റെ 61ാം ഓർമ്മദിനമാണ്. നെഹ്റുവിനെ പറ്റി എണ്ണമില്ലാത്ത പച്ചക്കള്ളങ്ങൾ പ്രചരിപ്പിക്കപ്പെടുന്ന ഈ സത്യാനന്തര കാലത്ത് നെഹ്റുവിനെ കുറിച്ച് ഓർക്കുന്നത് പോലും ഒരു രാഷ്ട്രീയ പ്രവർത്തനമാണ്. നെഹ്റുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട വരികൾ കവി റോബർട്ട് ഫ്രോസ്റ്റിന്റെ 4 വരികളാണ്. I shall be telling this with a sigh, somewhere ages and ages hence. 2 roads diverged in a wood, and I took the one I less traveled by, and that has made all the difference. അധികം ആരും സഞ്ചരിച്ചിട്ടില്ലാത്ത വഴികളിലൂടെ ഒരു രാജ്യത്തെ ആകെ നടത്തിയ നെഹ്റുവിന്, നമ്മുടെ പ്രിയപ്പെട്ട ചാച്ചാജിക്ക് പ്രണാമം.